ചീസ് ബോംബാണല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. എങ്കിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ആദ്യമേ കുറച്ച് ചീസ് എടുത്തിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. ആ ചീസ് ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് നമുക്ക് വെർമിസെല്ലി ചേർത്ത് കൊടുക്കാമേ. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ, അതായത് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യാമേ. ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്യുക, കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെക്കാമേ. ആ സമയത്ത് നമ്മുടെ വെർമിസെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് പിസ്താഷ്യോ ക്രീം ചേർത്ത് കൊടുക്കാം. ക്രീം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മധുരത്തിന് ആവശ്യമായ രീതിയിൽ നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പിസ്താഷ്യോ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കാമേ. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്രീമിനകത്ത് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മധുരം നോക്കി വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഒട്ടിപ്പിടിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഇല്ല, ആ രീതിയിൽ കിട്ടണേ. എങ്കിലേ നമുക്കിത് ബൗളിനകത്തേക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ബൗൾ എടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ഇത് പരത്തി എടുക്കാമേ. നമുക്ക് കേക്കൊക്കെ ഇങ്ങനെ പരത്തുന്ന സാധനമില്ലേ, അതുണ്ടെങ്കിൽ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ബൗളിൻ്റെ അതേ ഷേപ്പിൽ നമുക്കിതൊന്ന് സൈഡിൽ കൂടി പരത്തി എടുക്കാമേ. അങ്ങനെ നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീസറിൽ നിന്ന് നമ്മുടെ ക്രീമൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സെൻട്രൽ പോർഷനിൽ മാത്രം നമുക്ക് ആ ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ടോപ്പിൽ നമ്മുടെ വെർമിസെല്ലിയുടെ ഈ മിക്സ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാമേ. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് പരത്തി സെറ്റ് ചെയ്തെടുക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് ക്രീം ഒരുപാടായിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ ടോപ്പ് ലെയർ വെക്കാൻ പറ്റത്തില്ലേ. അതും വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അതാകുമ്പോൾ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കിട്ടും. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ തട്ടിയെടുക്കാമേ. പണ്ട് നമ്മൾ ചിരട്ടയൊക്കെ വെച്ചിട്ട് മണ്ണപ്പം ചുട്ട് കളിക്കത്തില്ലേ, അതേപോലെ തന്നെ അതിനെ പാത്രത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ അതിനെ എടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ലെയർ ചെയ്യാമേ. നമ്മളിവിടെ കുറച്ച് ഡയറി മിൽക്ക് മേടിച്ചിട്ട് അതാണ് മെൽറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അതപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷനിലേക്ക് ലെയർ ചെയ്യുന്നുണ്ട്. നമ്മളത് കുറച്ച് ലൂസായി പോയി നമ്മളത് മെൽറ്റ് ചെയ്തെടുത്തപ്പോഴത്തേക്കിന് അതിന് മുകളിലേക്ക് കുറച്ച് പിസ്താഷ്യോ ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീസ് ബോംബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ചീസ് ബോംബ് ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ല. അതുകൊണ്ട് ആ ടേസ്റ്റ് എന്തായാലും നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ വരത്തില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.